ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണുന്ന, മറ്റുള്ളവരിലേക്ക് ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും പകരുന്ന ഒരു വനിത, സരിത JH. മൈൻഡ് പവർ ട്രെയിനർ, പേഴ്സണാലിറ്റി ഡെവലപ്പർ, സക്സസ് കോച്ച്, കൂടാതെ കുരുന്നുകൾക്കായി പ്രീ സ്കൂളും നടത്തുന്ന സരിതയുടെ കർമ്മ മേഖലകളിലെ വിശേഷങ്ങളിലേക്ക്. ഹായ് സരിത. ഹായ്, വെൽക്കം ടു വനിത. സരിതയുടെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെ? അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രംഗത്ത് പ്രവർത്തിക്കുന്നു, മൈൻഡ് പവർ ട്രെയിനിങ്. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി വിജയൻ സർ, ഡോക്ടർ PP വിജയൻ, അദ്ദേഹത്തിന്റെ മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. സോ ഐ തോട്ട് ഐ വിൽ ബിക്കം എ ട്രെയിനർ. അതിന് മുമ്പ് ട്രെയിനിങ് ഫീൽഡിലായിരുന്നു, പക്ഷെ മൈൻഡ് പവർ അല്ല. അപ്പോൾ മൈൻഡ് പവറിൻ്റെ ഫീൽഡിലോട്ട് വന്നപ്പോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലാണ് ഇതിൽ. ശരിക്കും എന്താണ് മൈൻഡ് പവർ ട്രെയിനിങ്? അതായത് മനസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബോധ മനസ്സും ഉപബോധ മനസ്സും. അപ്പോൾ ഉപബോധ മനസ്സിലോട്ട് കയറിപ്പോകുന്ന, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ചെറുപ്പത്തിലേ മുതൽ കയറിപ്പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ്, ആരാണ് എന്നൊക്കെ ആവുന്നതൊക്കെ. അപ്പോൾ ഉപബോധ മനസ്സിൽ ബ്ലൂ പ്രിന്റ് എന്ന് ഞങ്ങൾ പറയും. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഒരു ബ്ലൂ പ്രിന്റ്, ഒരു രൂപരേഖ ഉണ്ട്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ് ചെറുതാണെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ബ്ലൂ പ്രിന്റിനനുസരിച്ച് നമുക്ക് എല്ലാം വരുള്ളൂ. അത് റിലേഷൻഷിപ്പ് ആയാലും, കരിയർ ആയാലും, വെൽത്ത് ആയാലും, ഹെൽത്ത് ആയാലും എല്ലാം. ഓക്കെ, അപ്പൊ അതിന്റെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിനൊരു പ്രായപരിധി ഉണ്ടോ നമ്മുടെ ഈ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കയറുന്നതിന്? അതെ, അത് 0 മുതൽ 8 വയസ്സ് വരെയാണ് ശരിക്കും ഉപബോധ മനസ്സ് അല്ലെങ്കിൽ മനസ്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ആ സമയത്താണ് ഇത് കൂടുതലായിട്ടും. അത് പറഞ്ഞപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ കേട്ടോ. ഈ 8 വയസ്സ് വരെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങൾ, അതിങ്ങനെ മനസ്സിൽ നിലനിൽക്കുന്നു ബ്ലൂ പ്രിന്റ് ആയിട്ട്. അതെ. ഇപ്പൊ ആ കയറുന്ന കാര്യങ്ങൾ നെഗറ്റീവാണ്, അപ്പം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മൈൻഡ് പവർ ട്രെയിനിങ്ങിലൂടെ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും? തീർച്ചയായിട്ടും അതിന്റെ ട്രെയിനിങ് ആണ് എക്സാക്ട്ലി മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നെഗറ്റീവ് എന്ന് പറയേണ്ട, ഒരു കറക്ഷൻ കൊടുക്കേണ്ട ബ്ലൂ പ്രിന്റ്സ് ഒരുപാടുണ്ടാവും. ഹെൽത്തിലായാലും വെൽത്തിലായാലും റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സോ അതിന് കറക്ഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും ആ പ്രോബ്ലം സോൾവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അതെ അതെ. ഏതൊക്കെ മേഖലകളിലാണ് സാധാരണ മൈൻഡ് പവർ ട്രെയിനിങ് കൊടുക്കാറുള്ളത്? എൻ്റെ ഭാഷയിൽ പറഞ്ഞ മനസ്സുള്ള ആർക്കും കൊടുക്കാം. ബട്ട് സ്റ്റിൽ ഒരു 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഉള്ള കുഞ്ഞുങ്ങൾ മുതൽ എത്ര ഏജ് വരെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും മൈൻഡ് പവർ ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ലെവലിൽ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ലെവലിൽ എല്ലാ കാറ്റഗറിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിന് സെപ്പറേറ്റ് പ്രോഗ്രാം, പാരന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാം. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മൈൻഡ് പവർ ട്രെയിനിങ് സ്ത്രീകൾക്ക് എത്രമാത്രം ആവശ്യമാണ്? ആക്ച്വലി മനസ്സ് കോമൺ ആയതുകൊണ്ട് സ്ത്രീ പുരുഷൻ എന്നില്ല. ബട്ട് സ്റ്റിൽ സ്ത്രീകൾക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മനസ്സിനകത്തുള്ള, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു സയൻസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്തിനെ പറ്റിയാണോ കൂടുതൽ ചിന്തിക്കുന്നത്, അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനെ പറ്റി, അത് നെഗറ്റീവാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ വന്നു ചേരും, പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ വന്നു ചേരും. അപ്പോൾ ഈ മൈൻഡ് പവർ പ്രോഗ്രാമിൽ കൂടി എങ്ങനെ പോസിറ്റീവായിട്ട് കൂടുതൽ ചിന്തിക്കാം എന്നുള്ളത് വ്യക്തികൾ പഠിക്കുന്നു. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇതിന്റെ റിസൾട്ട് വരുന്നുള്ളൂ. ഇപ്പം ഒരു 1 full day പ്രോഗ്രാം എൻ്റെ അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു ചേഞ്ച് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി റിസൾട്ട് വരുന്നുണ്ട്. നമ്മളത് കേട്ടാൽ മാത്രം പോരാ, നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കണം അല്ലേ? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സരിതയ്ക്ക് മൈൻഡ് പവർ ട്രെയിനിങ്ങിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ലാസ്റ്റ് 5 years. പ്രത്യേകിച്ച് വിജയൻ സാറിന്റെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓരോ പോയിന്റും എടുത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വന്നു. കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, എവ്രിതിങ്.
സോ അത് തന്നെ ഞാനൊരു ലിവിങ് ഉദാഹരണമാണെന്ന് പറയാം. ഇപ്പൊ ഹെൽത്തിലെ കേസ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 79 കിലോ ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ മൈൻഡ് പവർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈൻഡ് പവറിലൂടെ ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറച്ചു. ഇപ്പോൾ ഐ എം 63 കിലോസ്. ഓക്കെ. ഓ, അത്രമാത്രം അത് ഹെൽപ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓവർ വെയിറ്റ് ആയിട്ട്. ഒരുപാട് കോഴ്സിനും പ്രോഗ്രാംസിനും ഒക്കെ ഞാനും മുമ്പ് പോയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പല ഹെൽത്ത് ക്ലബിലും പൈസ കൊണ്ട് കൊടുക്കുന്നതല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അതൊക്കെ നോർമൽ. അത് ശരിക്കും മൈൻഡ് പവറിന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡാണ് തീരുമാനം എടുക്കുന്നത്. ഹെൽത്ത് ക്ലബിൽ പോവാം അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യാം, പക്ഷെ അതൊരു 7 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 1 മാസം. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്താൽ ഇത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു പവർ നമുക്ക് കിട്ടും. വെയിറ്റ് മാത്രമല്ല, ഹെൽത്തിന്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്കത് ഒരു പരിധിവരെ ഹീൽ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അത് ലൂയി ഹേയുടെ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നുള്ള ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മൈൻഡ് പവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണത്. നമ്മുടെയൊക്കെ മനസ്സാണല്ലോ നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ. എത്രത്തോളം പവർഫുൾ ആക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് ലൈഫിൽ സക്സീഡ് ചെയ്യാൻ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിൽ സക്സസിൻ്റെ വിത്ത് പാകി നമ്മൾ അതിനെ വളമൊഴിച്ച് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആകും. അപ്പോൾ അതിന് കുറേ ബ്ലോക്കുകളുണ്ട്. നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫുണ്ട്. എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അത് പറ്റില്ല. ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ് എല്ലാം നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിന് ഇത്രയും ശക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സംരംഭക ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുകയും ധാരാളം ബുക്ക് വായിക്കുകയും ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പുറത്ത് വന്നതാണ്. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രോബ്ലം, ബുക്ക് വായന വളരെ കുറവാണ്. പേരൻസ് ആണെങ്കിലും ഐ വുഡ് സജസ്റ്റ് ദം ടു റീഡ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കുട്ടികളും അത് കണ്ടു പഠിക്കുകയല്ലേ, അവരും ഓട്ടോമാറ്റിക്കലി പഠിത്തത്തിൽ ശ്രദ്ധിച്ചോളും. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാരൻസിന് ഈ മൈൻഡ് പവർ ട്രെയിനിങ് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ്? ഇപ്പോൾ ഒരു പേരൻറ് മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് വഴി സ്വന്തം മനസ്സിലെ കുറേ കറക്ഷൻസ് തിരിച്ചറിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവരിലും ആ കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളിലും. ഉദാഹരണത്തിന്, ചിലപ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പേരൻറ് കുഞ്ഞിൻ്റെ അടുത്ത് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ ചൂടാവുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ ഹേർട്ട് അല്ലെങ്കിൽ ആ ഇമോഷൻ എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും. ഇത് തിരിച്ചറിയുന്നത് വഴി പേരൻ്റ് ഒന്ന് ചിന്തിക്കും, ഇത് ചൂടാവണോ വേണ്ടിയോ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് മോഡലിംഗ് ആണോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അച്ഛനും അമ്മയും നല്ലൊരു മോഡൽ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം, എന്നാലേ കുഞ്ഞുങ്ങൾക്കത് യൂസ്ഫുൾ ആവുള്ളൂ. മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ ഇമോഷണൽ മാനേജ്മെന്റിന് വലിയൊരു പങ്കുണ്ട് അല്ലേ? എന്താണ് ഇമോഷണൽ ട്രെയിനിങ്? അതായത് ഐക്യുവിനെ പറ്റി നിത കേട്ടിട്ടുണ്ടാവും. ഐക്യു ഇന്റലിജൻസ് കോഷ്യന്റ്, അതായത് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോപ്പർട്ടിയാണ് ഐക്യു. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോപ്പർട്ടിയാണ് ഇക്യു, ഇമോഷണൽ കോഷ്യന്റ്. അതായത് നമ്മൾ ഇമോഷണലി എത്ര സ്റ്റേബിൾ ആണ് അതാണ് അതിനകത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇക്യു കുറവുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഭയങ്കര ബോസി ആയിരിക്കും, ഈഗോ ഹേർട്ട് ആവും അവരുടെ, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്സെറ്റ് ആവും, ഡിപ്രസ്ഡ് ആവും. ഇങ്ങനെ ഇമോഷനിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻ കാണിക്കുന്ന വ്യക്തിക്ക് ഈ ഇക്യു എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ലൈഫിൻ്റെ ഒരു എയിം തന്നെ നമുക്ക് ഇക്യു കൂട്ടുക എന്ന് വേണമെങ്കിൽ ആക്കാം. ഓക്കെ, ലൈഫിൻ്റെ ഒരു പേർപ്പസ് നമുക്ക് ഇക്യു കൂട്ടാം, നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തകളാണ് അതിനകത്ത് മെയിനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ദേഷ്യം ഉള്ളൊരു ക്യാരക്ടറാണ്, അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ആണ് വേർഡ്സ് ആയിട്ട് വരുന്നത്. സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന വ്യക്തി ആ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരുന്നത്, അല്ലേ? അപ്പോൾ വാക്കുകളാണ് ആക്ഷനായിട്ടും, ആക്ഷൻ പിന്നീട് ക്യാരക്ടറായിട്ടും ഹാബിറ്റായിട്ടും ഒക്കെ മാറുന്നത്. അപ്പോൾ ദേഷ്യം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? തോട്ട്സിനെ മാറ്റണം. അപ്പോൾ അവിടെയാണ് നമ്മൾ മൈൻഡ് പവറിൽ കറക്ഷൻ കൊടുക്കുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മൈൻഡ് പവർ ട്രെയിനിങ് എത്രത്തോളം സഹായിക്കും? ഇപ്പോൾ വ്യക്തികളുടെ ഉള്ളിൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചിലർക്ക് ബൈ ബർത്ത് അതുണ്ടാവും, ബാക്കിയുള്ളവർ അതിനെ പഠിച്ച് മനസ്സിലാക്കി ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. എല്ലാം സ്വയം തിരിച്ചറിയുന്നതിലൂടെയാണ് എല്ലാം ഡെവലപ്പ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തിങ്ക് ബിഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താ ശരിക്കും അത്? ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്ത് വരും തിങ്ക് ബിഗ്. അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ആസ്പെക്ട് എടുത്താൽ വി ഹാവ് ടു തിങ്ക് ബിഗ്. മനസ്സിലാണ് വെൽത്ത് കിടക്കുന്നത്, മനസ്സിലാണ് മണി കിടക്കുന്നത്.
നമ്മൾ പുറത്താണെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിൽ നമ്മൾ അബണ്ടൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ മണി വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. അപ്പൊ അതൊരു തിങ്കിങ് ബിഗ് ആണ്. റിലേഷൻഷിപ്പ് ചിലർക്ക് മൈ ആറ്റിറ്റ്യൂഡാണ്. അത് ഞാൻ, എൻ്റെ കുടുംബം, ഞങ്ങൾ മാത്രം. മൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഞാൻ എൻ്റെ എന്നൊരു ചിന്താഗതി. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരുപാട് ഫ്രണ്ട്സും. അതെല്ലാം നമ്മുടെ ഫാമിലിയുടെ പാർട്ടാണ്. ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കണം എന്നുണ്ടോ ഒരു സമയത്ത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, മറ്റു പലരും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തിയുമായിരിക്കും. അപ്പൊ ആ അബണ്ടൻസ് ഇൻ റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുന്ന വ്യക്തി അഗെയിൻ തിങ്കിങ് ബിഗ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതുപോലത്തെ ബ്യൂട്ടിഫുൾ റിലേഷൻസ് കിട്ടും. സെയിം വിത്ത് യുവർ കരിയർ, വെൽത്ത്, ഹെൽത്ത്, എവ്രിതിങ്. അപ്പൊ നമ്മൾ എപ്പോഴും വളരെ വലുതായിട്ട് ചിന്തിക്കണം. തീർച്ചയായിട്ടും വളരെ അബണ്ടൻസിൽ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുക. ഇപ്പൊ കൗൺസിലിംഗ് കഴിയുമ്പോൾ അവര് ഈ പറഞ്ഞ പോലെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നൗ മൈ ലൈഫ് ഈസ് അണ്ടർ മൈ കൺട്രോൾ എന്നാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒരു കൗൺസിലർ കൂടിയാണല്ലേ സരിത. അതിലിപ്പോ മെയിനായിട്ട് വരുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള മെയിനായിട്ട് വരുന്ന ഒരു കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൊല്യൂഷൻ കൊടുക്കുന്ന ഒരൊറ്റ ത്രെഡിൽ നിന്നാണ് അവനവന്റെ മനസ്സിനെ മനസ്സിലാക്കുക. മെജോറിറ്റി ആൾക്കാരുടെ പ്രോബ്ലം സെൽഫ് ഇമേജ് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല, സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കാന്ന്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്താ? നിന്നെ പോലെ എന്നുള്ളതാണ്. അപ്പൊ നാം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു? അപ്പോൾ ഒരു മിററിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നമ്മളുടെ ഉള്ളിലെ കുറ്റങ്ങളും കുറവുകളും ആണോ? ഒരാൾക്ക് മുടി കുറവാണെങ്കിൽ അതേ കാണുള്ളൂ, ബാക്കി കണ്ണ്, മൂക്ക്, ബാക്കി ഫീച്ചേഴ്സിൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് കാണുന്നില്ല. മുഖക്കുരു ഉണ്ടെങ്കിൽ അതേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതേ നമ്മൾ അയൽക്കാരിലും ഫോക്കസ് ചെയ്യുള്ളൂ. നമ്മൾ നെഗറ്റീവാണ് കാണുന്നതെങ്കിൽ അയൽക്കാരനെ നമ്മൾ നെഗറ്റീവായിട്ടേ കാണുള്ളൂ. നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് മൈൻഡ് പവറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ കൗൺസിലിങ്ങിലൂടെ അങ്ങനെ ഒരു കൗൺസിലിങ്ങിൽ അവനവനെ തിരിച്ചറിയുകയും അവനവന്റെ മനസ്സിന്റെ കൺട്രോൾ അവനവനിൽ തന്നെ കൊണ്ടുവരികയും ചെയ്താൽ ബാക്കി ഒന്നും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല. ഒരുപാട് ഇഷ്യൂസ് റീസെന്റ് വരാറുണ്ട്, സ്റ്റുഡൻസിന്റെ ആണെങ്കിലും അഡൽട്ടിന്റെ ആണെങ്കിലും ഒക്കെ. എല്ലാം ഈ ഒരു പോയിന്റിലാണ് ഫൈനലി വന്നെത്തുന്നത്. ഇപ്പൊ കൗൺസിലിംഗ് കഴിയുമ്പോൾ അവര് ഈ പറഞ്ഞ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നൗ മൈ ലൈഫ് ഈസ് അണ്ടർ മൈ കൺട്രോൾ എന്നാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാത്തിലും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ആണ്. അതുപോലെ തന്നെ പ്ലേ സ്കൂളും നടത്തുന്നുണ്ട് സരിത. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്? ഓക്കെ, ഈ ട്രെയിനിങ് മൈൻഡ് പവറിന്റെ കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരി എന്നാലൊരു പ്ലേ സ്കൂൾ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 0 to 8 yearsലാണ് കുഞ്ഞുങ്ങളുടെ മോൾഡിങ് നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവരെ എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാം, ഇപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വിസ്ഡം അവരിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ പൊതുവേ പേരൻസിന് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ടൈം കിട്ടാറില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. പലതും ചിലപ്പോൾ ഇൻഡയറക്റ്റ് പെർമിഷൻ കൊടുക്കും, പലതും ഡയറക്റ്റ് പെർമിഷൻ കൊടുക്കും. അങ്ങനെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരുപാട് ചെറുപ്പത്തിലെ തന്നെ പാളിച്ചകൾ വരാറുണ്ട്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ ഹേർട്ട് ചെയ്യുന്നു. കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഴുക്കുണ്ടാവും. ഹേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതുവഴി പോവുകയല്ല, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഇവിടെ സോറി പറയിപ്പിക്കും. അപ്പൊ ആദ്യം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻഹിബിഷനാണ് പറയാൻ. പിന്നെ പിന്നെ അവർ അഥവാ ഹേർട്ട് ചെയ്താലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സോറി പറയുകയും സോറി പറയുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ കൈയടിക്കുകയും ചെയ്യും. അപ്പോൾ അത് അവർക്ക് സോറി പറയുന്നത് അത്ര മോശമുള്ള കാര്യമല്ല, അവരുടെ ഈഗോ ഷെഡായി പോവുകയാണ്. അങ്ങനെ താങ്ക് യു പറയുക. അപ്പോൾ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കുകയാണ് ചെയ്യുന്നത്. പ്ലേ സ്കൂൾ നടത്തുന്നു, അങ്ങനെ ഒരു കൗൺസിലറാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് കോളേജിൽ. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ബേസിക് ഞാൻ പഠിച്ചതും ഒക്കെ ലിറ്ററേച്ചറാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ലാംഗ്വേജ്, അതായത് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാനായിട്ട് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫീൽഡിൽ ചെയ്തു വരുന്നത്. 1-2 സ്ഥലത്ത് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആ ഒരു ട്രെയിനിങ് സ്റ്റുഡൻസിന് എത്രമാത്രം ഹെൽപ്ഫുൾ ആണ്?
ഇപ്പം പബ്ലിക് സ്പീക്കിംഗ് പേടിയായിട്ടുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വേണ്ട നോർമൽ കമ്മ്യൂണിക്കേഷൻ വരെ ഭയപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ആക്ടിവിറ്റി കൊടുക്കുകയും അതിനുള്ള എക്സ്പോഷർ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ നിന്നുള്ള സ്കില്ല് പുറത്തു വരും. ഇതാണ് മന്ത്രം ചൊല്ലേണ്ടത്. അതായത് നമുക്ക് അനുകൂലമായ സാഹചര്യം, വ്യക്തികൾ, ധനം എന്നിവ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നില്ല? അതിപ്പോൾ വളരെ സിമ്പിളാണ്. ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ ട്രെയിനറാണ്, കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കൗൺസിലറാണ്, പേരൻറ്റിങ്ങിൻ്റെ സമയത്ത് ഞാനൊരു പേരൻ്റാണ്. അപ്പം എവറിത്തിങ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, ബിക്കോസ് ഐ ലവ് മൈ പ്രൊഫഷൻ. അപ്പോൾ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരുന്നു. എങ്ങനെയുണ്ട് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്? ഫ്രീഡം ഈസ് സംതിങ് വിച്ച് വി ഗെയിൻ. അപ്പോൾ ഞാനൊരു സാധാരണ ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ ലേഡീസ് ആരും ബിസിനസ് ചെയ്യുന്നതായിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഇനീഷ്യലി ഒരു ഉറുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബട്ട് വൺസ് ഐ പ്രൂവ്ഡ് ഇറ്റ് ദർ ഇസ് നോ പ്രോബ്ലം. അച്ഛനമ്മ അങ്ങനത്തെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ഫാമിലി ആണെങ്കിലും എവറിബഡി സപ്പോർട്ട്സ് മീ വെൽ. ഒരു ഹൈ ലിസ്റ്റ് ഓഫ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഉണ്ട്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് ഈ ഒരു ഘട്ടത്തിൽ. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി വരാനായിട്ട് സരിതയ്ക്ക് എന്താണ് ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്? അതിന് ഒരു ചെറിയ ഒരു മന്ത്രം എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു വാചകം ഞാൻ പറഞ്ഞുതരാം. ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ്, ഡേ ടു ഡേ സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മളെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന ഒരു വാചകമാണ്, ഇതാണ് മന്ത്രം ചൊല്ലേണ്ടത്. അതായത് നമുക്ക് അനുകൂലമായ സാഹചര്യം, വ്യക്തികൾ, ധനം എന്നിവ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അനുകൂലമായ വ്യക്തികൾ, ധനം, സാഹചര്യങ്ങൾ ഇത് നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എത്ര തവണ പറയാമോ അത്രയും തവണ പറഞ്ഞു. ഡ്രൈവ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എപ്പോൾ വേണമെങ്കിലും നമ്മൾക്കിത് പറഞ്ഞുകൊണ്ടിരിക്കാം. അതൊരു സീക്രട്ട് മന്ത്ര. എന്തൊക്കെയാണ് സരിതയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ട്രെയിനിങ്, ഇപ്പോൾ 4-5 പ്രൊഫഷൻ ഞാൻ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ കൂടെ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ലൈഫ് മാറുന്നതും അവരിൽ കൂടി മറ്റു പലരുടെയും ലൈഫ് മാറുന്നതും ഫീഡ്ബാക്സ് എനിക്ക് കിട്ടുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഇത് വളരെ വിപുലമായിട്ട് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയെല്ലാം. അതിനകത്തും സ്പെഷ്യാലിറ്റി ഉണ്ട്. എനിക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റും, അവർ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ കാണുന്നു. സ്റ്റുഡൻസ് അക്സെപ്റ്റ് ചെയ്യുമല്ലേ? അതെ, അഡൽറ്റ് കുറച്ച് സ്കെപ്റ്റിക്കാണ്, ബട്ട് സ്റ്റിൽ റിസൾട്ട് ഒരുപാട് വരുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരുപാട് റിസൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നും നോക്കാനില്ല, അവർ 100% ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അവർക്ക് റിസൾട്ട് ഒരുപാട് വരുന്നുണ്ട്, അവരുടെ അക്കാഡമിക്സിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും എന്തിലും. അപ്പം നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണേലും കുക്ക് ചെയ്യുമ്പോഴാണേലും നമ്മൾ ഡിപ്രസ്ഡ് ആവാതിരിക്കാനായിട്ട് ഈ സാധനം കീപ്പപ്പ് ചെയ്തോളും. അപ്പോൾ എന്തും നമ്മൾ പിന്നെ പോസിറ്റീവേ കാണുള്ളൂ. ഇത് നമ്മൾക്കുള്ള പോസിറ്റീവായിട്ട് വരുന്ന വ്യക്തിയാണോ, ഇത് പോസിറ്റീവായിട്ട് വരുന്ന അവസരമാണോ, ഇപ്പോഴും വിൽ ബി വാച്ച്ഫുൾ. സരിതയുടെ ഒരു സ്വപ്നം പോലെ ഇനിയും ഒരുപാട് ട്രെയിനിങ് സെഷൻസ് നടത്താൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. മനസ്സിൽ എപ്പോഴും ശുഭചിന്തകൾ നിറയ്ക്കുക, മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പകരുക, അങ്ങനെ ജീവിതം മനോഹരമാക്കുക. ഇന്നത്തെ വനിത പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. വനിത